ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചെറുപയർ ദോശ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപയർ ദോശയാണ് ഞങ്ങൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുപയർ ദോശയ്ക്ക് വേണ്ടുന്ന ചേരുവകളാണ്: 1 ഗ്ലാസ് ചെറുപയർ, 1/2 ഗ്ലാസ് പച്ചരി. ഇത് 1/2 ഗ്ലാസ് ഞാൻ അളന്ന് വെച്ചേക്കുമായിരുന്നു. ഓക്കെ. ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാൻ വെക്കും. ഓക്കെ. തലേദിവസം കുതിർത്ത ചെറുപയറും പച്ചരിയും ഞാൻ നന്നായിട്ട് വീണ്ടും കഴുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ചേരുവകളും കൂടി അരയ്ക്കണം. 2 മീഡിയം സൈസ് സവോള, ഒരു 5-6 പച്ചമുളക്. ഇതിൽ ഇച്ചിരി എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എണ്ണം എടുത്തേ. പിന്നെ ചെറിയൊരു ഇഞ്ചി. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യണം. ചോപ്പ് ചെയ്തിട്ട് വേണം ഈ ചെറുപയറിന്റെ കൂടെ മിക്സിയിലിട്ടൊന്ന് അരയ്ക്കാൻ. ചെറുപയറൊക്കെ ഞാൻ മിക്സി ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ജിഞ്ചറും ഇതെല്ലാം, ഇഞ്ചിയും പച്ചമുളക് സവാളയൊക്കെ ഇടണം. ഞാനിത് 2 ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. എല്ലാം ഒരുമിച്ച് അരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് 2 ഇതായിട്ടാണ് അരയ്ക്കുന്നത്. പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം, ഒത്തിരി വെള്ളം ചേർക്കാൻ പാടില്ല. ബാറ്ററി ഇത്തിരി തിക്കായിട്ട് വേണം, അതുകൊണ്ട് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഇതിന് ഞാനിപ്പോൾ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചെറുപയറും പച്ചമുളകും സവാളയും ഇഞ്ചിയും ഒക്കെ. അധികം വെള്ളം ചേർക്കരുത്. ഈ മാവ് തേണ്ടി ഇതേ പരുവത്തിലിരിക്കണം. ഇച്ചിരി കട്ടിയായിരിക്കും, തീരെ അങ്ങ് വെള്ളം ആവരുത് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ഉപ്പും കൂടി ചേർത്ത് ദോശ ചുടാം. ഞാൻ തേണ്ട ദോശക്കല്ലിൽ എണ്ണ പുരട്ടി. ഈ മാവ് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കലക്കിയതാ കേട്ടോ. ഇനി നമ്മളിത് ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം അല്ലേ? അതെ. നന്നായിട്ട് എണ്ണ ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ? അതെ. സാധാരണ കുഞ്ഞുങ്ങൾ ചെറുപയറൊക്കെ പുഴുങ്ങി കൊടുത്താൽ അവർ കഴിക്കത്തില്ല. ഇങ്ങനെ ദോശ ചുട്ട് കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ഈ മാവാണെങ്കിൽ നമ്മൾ അരച്ച ഉടനെ തന്നെ ചുടാം, അല്ലാണ്ട് പുളിക്കാനൊന്നും വെക്കരുത്. കുഞ്ഞുങ്ങൾക്ക് സാധാരണ ചെറുപയർ പുഴുങ്ങി കൊടുത്താൽ അവര് കഴിക്കത്തില്ല. പക്ഷെ ഇങ്ങനെ ദോശയായിട്ട് ഇത് ചൂടോട് കൊടുത്താ 3, 4, 5 ദോശയൊക്കെ കുഞ്ഞുങ്ങൾ ഇരുന്ന് കഴിച്ചോളും. ഇതിന്റെ കൂടെ നമുക്ക് നല്ല ചട്നിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ജിഞ്ചർ ചട്നിയും വെള്ള ചമ്മന്തിയും ഒക്കെ ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷനും കൂടിയാ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടോടെ കഴിക്കണം പക്ഷേ ഈ ദോശ. അതുപോലെ തന്നെ നമ്മൾ ഇത് ചെറുപയറും അരിയും വെള്ളത്തിലിട്ട് കൊണ്ട് നമ്മൾ അരച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ പുളിക്കാനായിട്ടൊന്നും വെക്കാൻ പാടില്ല. അതെ, പുളിക്കാൻ വെക്കരുത്. പുളിച്ചാൽ ഈ മാവ് കൊള്ളത്തില്ല. കേട്ടോ, നമ്മുടെ ദോശ തന്നെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ വരികയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരേക്കും ബൈ.